ഗുണഗുരു ഗുരുവേ ഇരുജഗ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത് കേട്ടവരും കേൾക്കാത്തവരും ഉണ്ടാകും. ഇവിടെ കേൾക്കാത്തവർക്ക് ഇനി ആവർത്തിച്ച് കേൾപ്പിക്കാൻ പ്രയാസവും ആള് ഇൻഷാല്ലാ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കേൾക്കാം. ഒരു ദിവസം 17 പ്രാവശ്യം നിർബന്ധമായും പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അവിടെ ഇഹ്ദിനി എന്ന് പറഞ്ഞാൽ മതിയാവില്ല, ഇഹ്ദിന എന്നാണ്. ഞങ്ങൾ, ഈ ഞങ്ങൾ എന്ന് പറയുന്നതിലും ആരൊക്കെയാണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നാം വിവരിച്ചതുപോലെ അള്ളാഹുവിൻ്റെ 124,000 പരം വരുന്ന അംബിയാ മുർസലുകൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അതുപോലെ മലായിക്കത്ത്, ഇവരെല്ലാവരെയും ചേർത്തുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഇബാദത്ത്, ആ ഞങ്ങൾ തന്നെയാണ് ഇഹ്ദിന അസ്സിറാത്തൽ മുസ്തഖീം. അതുകൊണ്ടാണ് ഞാൻ ഈ ആയത്തിന് അർത്ഥം പറഞ്ഞത് മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ ചേർത്തിത്തരണം എന്ന് അർത്ഥം വെക്കാൻ പാടില്ല. കാരണം അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവരെല്ലാം മുസ്തഖീമായ വഴിയിൽ ചേർന്ന് കഴിഞ്ഞവരാണ്. അതുകൊണ്ട് ഇവിടെ അർത്ഥം വെക്കേണ്ടത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയായ ഹിദായത്ത്
ആ ഹിദായത്തിൽ ഞങ്ങളെ ഉറപ്പിച്ച് നിലനിർത്തി തരികയും ഞങ്ങൾ വഫാത്താകുന്നതുവരെ ആ വഴിയിൽ തന്നെ നിലനിർത്തി വഫാത്താകുമ്പോഴും ആ വഴിയിലായി വഫാത്താക്കണം എന്നാണ് അർത്ഥം എന്ന് ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ ചേർക്കണമേ എന്നല്ല, ഞങ്ങൾ 1-ാം നമ്പർ മുസ്തഖീമായ വഴിയിലാണ്. കാരണം നിങ്ങൾക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇന്നും ലോകത്ത് ഒട്ടാകെ പരിശോധിച്ചാൽ കർമ്മപരമായി 4-ൽ 1 മദ്ഹബ് സ്വീകരിച്ചവരും വിശ്വാസപരമായി അശ്അരി മാതുരീദി എന്ന് പറയുന്ന 2-ൽ 1 പിൻപറ്റിയവരും ആണ്. ആ രണ്ടിൻ്റെയും ഇടയിൽ വിശ്വാസപരമായ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസവും ഇല്ല. വിശ്വാസപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മാർഗത്തിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസം ഉള്ളത്. അല്ലാതെ അശ്അരി സുന്നി, മാതുരീദി സുന്നി, അങ്ങനെ 2 സുന്നി ഇല്ല. മറ്റ് കർമ്മപരമായ കാര്യത്തിൽ ചിലപ്പോൾ ഹനഫി, ഷാഫിഈ, ഹംബലി, മാലിക്കി എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടാകാം. ഉദാഹരണത്തിന് നിസ്കാരത്തിൽ കൈ ഉയർത്തണം, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് കൈ ഇങ്ങനെ ഉയർത്തിക്കെട്ടണം. അത് ഹനഫി മദ്ഹബ് പ്രകാരം അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്ത് മാത്രമേ കൈ ഉയർത്തേണ്ടതുള്ളൂ. റുക്കൂഇൽ പോകുമ്പോഴും റുക്കൂഇൽ നിന്ന് വരുമ്പോഴും ആവശ്യമില്ല. ഷാഫിഈ മദ്ഹബ് പ്രകാരം അവിടെയും കൂടി ആവശ്യമുണ്ട്. അത്രേ വ്യത്യാസമുള്ളൂ. ഈ മദ്ഹബുകൾ തമ്മിൽ വലിയ ദൂരമാണ് എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇസ്ലാം എങ്ങനെ 4ആയിപ്പോയി, ഒറ്റ ഇസ്ലാമല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകളെ വഴിവേൽപ്പിക്കും. 4 ഇസ്ലാം, 1 മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ വഴികൾ പല വഴികളാണ്. വല്ലദീന ജാഹദൂ ഫീന ലനഹ്ദിയന്നഹും സുബുലന. അല്ലാഹു തആല പറഞ്ഞത് അങ്ങനെയാണ്. നമ്മിൽ വിശ്വസിക്കുകയും അല്ലാഹുവിൻ്റെ വിഷയത്തിൽ പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളെ ലനഹ്ദിയന്നഹും സുബുലന, നമ്മളുടെ വഴികളിലേക്ക് നാം അവരെ ചേർക്കും, അല്ലെങ്കിൽ നമ്മുടെ വഴികളിൽ അവരെ നാം ഉറപ്പിച്ച് നിലനിർത്തും. അപ്പം ഇവിടെ വഴികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, പല വഴികളുമുണ്ട്. ആ വഴിയിൽപ്പെട്ടതാണ് ഷാഫിഈ വഴി, ഹനഫി വഴി, ഹംബലി വഴി, മാലിക്കി വഴിയൊക്കെ ആ വഴികളാണ്. ആ വഴികളിൽ ഒന്ന് പിൻപറ്റിയാൽ എത്തുന്നത് മറ്റേ വഴിയിൽ പിൻപറ്റിയ ആളുകൾ എത്തുന്ന സ്ഥലത്ത് തന്നെ. 4 വഴിക്ക് പോയാലും എത്തുന്നത് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് തന്നെയാണ്. അപ്പം അത് കർമ്മത്തിലുള്ള ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അശ്അരി മാതുരീദി എന്ന് പറയുന്ന 2 ഇമാമുകളെ പറയാൻ കാരണം, സ്വഹാബത്തിൻ്റെ ശേഷം
താബികളുടെ കാലം വന്നപ്പോൾ തന്നെ വിശ്വാസത്തിൽ മായം ചേർക്കാൻ തുടങ്ങി ചില കക്ഷികൾ. മുഅ്തസിലത്ത്, ബഹായിയ്യത്ത്, ശീഇയ്യത്ത് തുടങ്ങി വിവിധ കക്ഷികൾ ഈമാൻ കാര്യത്തിൽ മായം ചേർക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഈമാൻ കാര്യത്തിൽ മായം ചേർക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് കല്ലും നെല്ലും വേർതിരിക്കുക എന്ന് നമ്മുടെ നാട്ടിൽ പറയാറുള്ളത് പോലെ ഹക്കായ ദീന് സുന്നത്ത് ജമാഅത്തിൻ്റെ വഴി ഏതാണെന്നും അല്ലാത്ത വഴി ഏതാണെന്നും ജനങ്ങൾക്ക് വേർതിരിച്ച് വരാൻ വേണ്ടി രംഗത്ത് വന്ന രണ്ട് ഇമാമികളാണ് അബൂ മൻസൂറുൽ ബാത്തുരീദി തങ്ങളും അബുൽ ഹസൻ ലസൈ തങ്ങളും. അതുകൊണ്ടാണ് മാത്തുരീദി എന്നും അശ്അരി എന്നും നമ്മൾ പറയുന്നത്. അല്ലാതെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, തൗഹീദിൻ്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഈ രണ്ട് മദ്ഹബുകൾക്കിടയിൽ ഇല്ല. അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കുന്നതിലോ അവൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുന്നതിലോ മുർസലീങ്ങളിൽ വിശ്വസിക്കുന്നതിലോ ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുന്നതിലോ അവതാരം പോകട്ടെ ഖദറിൽ വിശ്വസിക്കുക, അതാണ് പിഴച്ച പ്രസ്ഥാനവുമായിട്ട് നമ്മൾ തെറ്റിപ്പോയത്. അള്ളാഹുവിൻ്റെ ഖലാ, ഖദർ, എല്ലാ സംഗതികളും ഇവിടെ വരാൻ പോകുന്നതും വന്നതും എല്ലാം കാലാകാലവും വരുന്ന സംഭവങ്ങൾ അള്ളാഹുവിന് മുൻകൂട്ടി അറിയാവുന്നതാണ്. അവനാണ് അതിനെ പടച്ചത്. അതുകൊണ്ട് ഖൈറും ഷർറും എല്ലാം അള്ളാഹുവിൻ്റെ ഖലാ കൊണ്ടും ഖദർ കൊണ്ടും വരുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്കാരുണ്ട്. ഇപ്പോഴൊക്കെ അത് അവസാനിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അവർ ഇസ്ലാമും ജാഹിലിയ്യത്തും എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഇറക്കി. വേറൊരു പുസ്തകം ഇസ്ലാം മതം എന്ന പേരിൽ ഇറക്കി. ഈ ഇസ്ലാം മതം എന്ന പുസ്തകത്തിൽ ഇസ്ലാം കാര്യം 5, ഈമാൻ കാര്യം 5 ഇങ്ങനെ എണ്ണിപ്പഠിപ്പിച്ചു. ഇസ്ലാം കാര്യം 5, ഈമാൻ കാര്യം 5. നമ്മളൊക്കെ പഠിച്ചത് ഈമാൻ കാര്യം 6 എന്നാണ്. ആ 6 പേര് വെട്ടിച്ചുരുക്കി 5 ആക്കിയിട്ട് അവരെ മുക്കിൽ അടിച്ച് ഇറക്കി. അന്ന് ആ ബുക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഇവിടെ അടിച്ചിറക്കിയപ്പോൾ നമ്മളെ മർക്കത്ത് നിൽക്കുന്ന ഇതിൻ്റെ തൊട്ടേ സ്ഥലം കുന്നമംഗലം. ആ കുന്നമംഗലത്തെ സ്വയ്യത്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന് ആദ്യമായി കത്തെഴുതുന്നത്. ആദ്യമായി കത്തെഴുതുക അന്ന് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് ഇവിടെ വയലുണ്ട് കുന്നമംഗലത്ത്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നാട്ടുകാർ കൊണ്ടുപോയി കൊടുത്ത്, ദാ ഒരു ബുക്ക് വന്നിരിക്കുന്നു, ഈമാൻ കാര്യം 5. ആരാ എഴുതിയത്? അത് അബുൽ ആല മൗദൂദി. അയാൾ എഴുതിയത് മലയാളത്തിലേക്ക് ഇവിടുത്തെ കക്ഷികൾ പരിഭാഷപ്പെടുത്തിയതാണ്. ഉടനെ കത്തെഴുതണം കേരളത്തിലെ അമീറിന്,
കത്തെഴുതി ചോദിക്കണം, എന്താണ് നിങ്ങൾ ഇസ്ലാം മതം എന്ന പുസ്തകത്തിൽ ഈമാൻ കാര്യം വെട്ടിച്ചുരുക്കിയത് എന്നിട്ടാണ്. അങ്ങനെ എഴുതി ചോദിച്ചപ്പോൾ ആദ്യത്തെ കത്തിന് മറുപടി വന്നത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അമീറുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് പാകിസ്ഥാനിലേക്ക് അയച്ചിരിക്കുന്നു. അബുൽ-അല മൗദൂദി സാഹിബുമായി ബന്ധപ്പെട്ട ശേഷം നിങ്ങൾക്ക് കൃത്യമായ മറുപടി തരാം എന്ന് പറഞ്ഞിട്ട് മറുപടി കിട്ടി. കൊല്ലങ്ങളെത്രയായി? ഇപ്പോൾ അത് കുറേ കൊല്ലങ്ങളായി. അടുത്ത് അതാ അബുൽ-അലയുടെ മറുപടി വരുന്നത്. അല്ലാഹു തആല ഖുർആനിൽ ഈമാൻ കാര്യം 5 പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഞാനും 5 പറഞ്ഞതാണ്. മുഹമ്മദ് നബി ആറാമത്തെ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്. മനസ്സിലാക്കണേ നിങ്ങൾ. അല്ലാഹു തആല ഖുർആനിൽ 5 പറഞ്ഞിട്ടുള്ളൂ. ലൈസൽ ബിർറ, ആമനൽ റസൂല് തുടങ്ങിയ ആയത്തുകളിലൊക്കെ അല്ലാഹു തആല ഈമാൻ കാര്യം 5 പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനും 5 പറഞ്ഞതാണ്. മുഹമ്മദ് നബി ആറാമത്തെ ഒന്ന് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ മുഹമ്മദ് നബിയേക്കാൾ കൂടുതൽ ഖുർആൻ മനസ്സിലായ ആൾ ഇയാളാണ് എന്ന് വരുത്തി തീർക്കുന്ന നിലക്ക് അങ്ങോട്ട് പറയാം. യഥാർത്ഥത്തിൽ തനിച്ച കളവാണ് ആ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല ഖുർആനിൽ 6 തന്നെ പറഞ്ഞിട്ടുണ്ട്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും എന്ന ആയത്തിലും 6 പറഞ്ഞിട്ടുണ്ട്. ആമനർ റസൂല് എന്ന ആയത്തിലും 6 പറഞ്ഞിട്ടുണ്ട്. ഇനി അല്ലാഹു അവിടെ 6 പറയട്ടെ പറയാതിരിക്കട്ടെ, ഒരായത്ത് തന്നെ 6 പറഞ്ഞോളണം എന്ന് നിയമമൊന്നുമില്ല. ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളെ കാണാൻ വന്ന് മൽ ഇസ്ലാമു മൽ ഈമാൻ, ഇസ്ലാം എന്താണ് ഈമാൻ എന്താണെന്ന് ചോദിച്ചു. ആ ചോദിച്ചതിൻ്റെ ശേഷം മറുപടിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ ഇതാരാണ് എന്ന് സഹാബത്ത് ചോദിച്ചു. അപ്പം അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതാ ജിബ്രീലു അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ വേണ്ടി വന്നതാണ്, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ദീൻ പഠിപ്പിക്കാൻ വന്നത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് മലക്ക്. ആ ദീൻ പഠിപ്പിച്ചപ്പോൾ ഈമാൻ അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി, ഇങ്ങനെ 6 ഉണ്ട്. ഈ 6 പറയേണ്ടത്. അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും എന്നാണ്. നിങ്ങളെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ് എന്ന്. അപ്പോൾ അതൊന്നും ഇയാൾക്ക് സ്വീകാര്യമായില്ല. ഇയാൾക്ക് ആയത്തിലുള്ളത് കണ്ടുപിടിക്കാനും ആയില്ല. അങ്ങനെ എന്തോ ഒരു മറുപടിയും പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ഖലാ ഖദർ അതിൽ വിശ്വസിക്കലും ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. അബുൽ-അല മൗദൂദി രണ്ടാമതതിന് തഫ്സീലായിട്ട്
ഒരു ബുക്കുണ്ടാക്കി ആ ബുക്കിൽ പറയുന്നത് ഈമാൻ ബിൽ ഖദർ ഈമാൻ ബില്ലാഹി ഏക് ഹൈസിയത്ത് കാ ജുസു ഹേ. ഖദറിലുള്ള വിശ്വാസം എന്നത് പ്രത്യേകമായി എണ്ണി പറയേണ്ടതില്ല, അത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അതെല്ലാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ്. മുർസലീങ്ങളെ അള്ളാഹു തലാക്കുന്നത് അത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് തന്നെയല്ലേ. അള്ളാഹുവിൻ്റെ കിതാബുകൾ എന്ന് പറഞ്ഞ് അത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗം തന്നെയല്ലേ. എല്ലാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമാണ്. പക്ഷേ ആ ഭാഗമായിട്ട് ഈ 6 എണ്ണത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് എണ്ണി ഇവിടെ പഠിപ്പിച്ചു തന്നു. ആ തന്നതിൽപ്പെട്ടതാണ് ഖദർ. ഖദർ നമ്മുടെ ഖദർ കൊണ്ടുള്ള വിശ്വാസം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. സൂറത്ത് സബ്ബിഹിസ്മയിലും അല്ലാഹു തആല പറയുന്നു എന്താണ് ഖദ്ദറ ഫഹദാ. ഇതെല്ലാം അല്ലാഹു തആല നിശ്ചയിച്ചു, എല്ലാം കണക്കാക്കി, എന്നിട്ട് അതിലേക്ക് മാർഗദർശനം ചെയ്തു. അപ്പോൾ ഖദ്ദറ എന്ന് പറയുന്നത് ഖദർ കൊണ്ടുള്ള വിശ്വാസം അത് വലിയ കട്ടിയുള്ള വിശ്വാസമാണ്. അതില്ലാതെ നമുക്ക് ഈമാൻ ശരിയാവില്ല. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ഫുതൂഹുൽ ഗൈബ് എന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിലും 1-ാമത്തെ അധ്യായം അൽ മഖാലത്തുൽ ഊല എന്ന് പറഞ്ഞിട്ട് 1-ാമത്തെ അധ്യായം ലാ ബുദ്ദ ലികുല്ലി മുഅ്മിനിൻ മിൻ സലാസത്തി അശിയാ. 3 കാര്യം ഒരു മനുഷ്യന് ഒരു മുഅ്മിന് കൂടാതെ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അംറുൻ യന്തസിറുഹു വനഹിയുൻ യജ്തനിബു. ഒന്ന് ഇംതിസാലു അവാമിരില്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടാൻ. 2-ാമത്തത് ഇജ്തിനാബു നവാഹി, അള്ളാഹു വിരോധിച്ചത് വെടിയുക. 3-ാമത്തത് വഖദറുൻ യർളാ ബിഹി. ഗൗസുൽ കിതാബ് എടുത്ത് നോക്ക്, ഫുതൂഹുൽ ഗൈബ്. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പന എടുക്കുകയും അള്ളാഹു വിരോധിച്ചത് വെടിയുകയും ചെയ്യുക. 3-ാമത്തതായി എന്നാണ് ഖദറുൻ യർളാ ബിഹി, അള്ളാഹുവിൻ്റെ ഖദറിൽ പൊരുത്തപ്പെടുക. ഖദറിൽ പൊരുത്തപ്പെടണം. അത് പൊരുത്തപ്പെട്ടാലേ മുഅ്മിനാവുകയുള്ളൂ, എങ്കിൽ മാത്രമേ വിശ്വാസിയാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിൻ്റെ അർത്ഥമാണ് മുസ്തഖീമായ നേരായ ചൊവ്വായ വഴി. അതാണ് ഹിദായത്ത്. അതിൽ ഞങ്ങളെ ഉറപ്പിച്ച് നിലനിർത്തി ആ വഴിയിലായി ഞങ്ങളെ മരിപ്പിച്ചു തരണം അല്ലാ എന്നാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിൻ്റെ അർത്ഥം. അത് 17 പ്രാവശ്യം നിർബന്ധമായി പറയണം. പിന്നെ സുന്നത്ത് നിസ്കാരം എത്ര നിസ്കരിക്കുന്നത് അതിലൊക്കെ പറയണം, അതിലെല്ലാം പറയണം. അപ്പം അതുകൊണ്ട് സൂറത്തു തഅലീമിൽ മസ്അല എന്ന സൂറത്താണ് നമ്മൾ പോകുന്നത്. ഫാത്തിഹ സൂറത്തിൻ്റെ പേര് ഒരുപാട് പേരുണ്ട്. അതിൽപ്പെട്ട ഒരു പേരാണ് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നത്, സൂറത്തു തഅലീമി അൽ മസ്അല. അള്ളാഹ് കുട്ടി താലിമീണ്ടല്ലോ അവിടെ ക്ലാസ്സിൽ അല്ലേ.
കുട്ടി താലിമിൻ്റെ മൈക്കൊന്ന് കൊടുക്ക്. അതാ നടുവിലോ. അയ്യോ ഇങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കൂലേ? ഇവിടുന്ന് അങ്ങോട്ട് കേൾക്കും. മൈക്കോണാക്കാൻ മൈക്ക് ഓൺ ചെയ്യാൻ കുട്ടി താലിമി ഒറ്റക്കോ? മൈക്കോണാക്കാനിപ്പോൾ ഹസൻ സക്കാഫി അതായിരിക്കുന്നത്. കോരമ്പത്തൂർ മൈക്കോണാക്ക്. ഇയാൾ ഒരു സക്കാഫി താഴെ ഇരിക്കുന്ന ആള്. അതെ, റഷീദ് സക്കാഫി. കുട്ടി താഴ്ച നേരെ മുകളിൽ. അവരെല്ലാവരുടെയും ശേഖാണ്. എല്ലാവരുടെയും ശേഖാണ്. അതെന്താ തുറന്നു കൊടുക്കാത്ത നിങ്ങൾ? കുട്ടി ഉസ്താദ് ആടെ പോയി അടുത്ത ആരും പോയി പറഞ്ഞു കൊടുക്കാനുമില്ല. അപ്പോൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന നേരായ ചൊവ്വായ വഴി എന്നത് അത് അമ്പിയാക്കളുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും വഴിയാണ്. അവർ കാണിച്ചു തന്ന പഠിപ്പിച്ചു തന്ന വഴി. ആ വഴി അല്ലാതെ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നമ്മളൊരു പുതിയ വഴി കണ്ടുപിടിച്ചാൽ അത് യഥാർത്ഥ വഴി അല്ല എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. എൻ്റെ അടുക്ക ഖുർആനുണ്ട് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആനും സുന്നത്തും എല്ലാവരുടെ കയ്യിലുണ്ട്. ഖുർആൻ അബൂജഹലും കേട്ടിരുന്നു നമ്മൾ ഓതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖുർആൻ ഓതുന്നതും സ്വഹാബത്ത് ഓതുന്നതും അബൂജഹലും കേട്ടിരുന്നു. പക്ഷേ അവന് ഫലപ്പെട്ടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടു, അവിടത്തേക്ക് ഫലപ്പെട്ടു. അങ്ങനെ ഖുർആൻ കേട്ടത് കൊണ്ട് മാത്രം ആയില്ല. ഇൻഷാ അല്ലാഹ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. നിഅമത്ത് ചെയ്തത് ആരാണെന്നുള്ളതിന് ആർക്കൊക്കെ ഒരു സംശയം ഉണ്ടോ? അതില്ല. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു എന്ന് അല്ലാഹു തആല റളൂ അൻഹു പൊരുത്തപ്പെട്ടു പോയി. അള്ളാഹുവിനെ അവരും പൊരുത്തപ്പെട്ട് അവരെ അല്ലാഹു തആലയും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് എന്ന് ഖുർആനിൽ പറഞ്ഞു. ആരെപ്പറ്റി? സ്വഹാബത്തിനെ സംബന്ധിച്ചും ആ സ്വഹാബത്തിനോട് പിൻപറ്റിയവരെ സംബന്ധിച്ചും. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം.
ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി എന്നാണ് ഒരായത്തിൽ അള്ളാഹു പറയുന്നത്. ഖുൽ നബിയെ തങ്ങൾ പറയണം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നോട് പിൻപറ്റണമെന്ന്. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിൻപറ്റണം എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. മറ്റൊരായത്തിൽ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന് പറയുന്ന ആയത്തിൽ വല്ലദീന തബഊഹും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരായത്തിൽ വത്തബിഊനി, നബി തങ്ങളോട് പിൻപറ്റണമെന്നും മറ്റേ ആയത്തിന് സഹാബത്തിനോട് പിൻപറ്റണമെന്നും പറയുമ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാണോ, വൈരുദ്ധ്യമാണോ? ഒരിക്കലും അല്ല. മറിച്ച് സഹാബത്ത് എന്താണോ ചെയ്യുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് തന്നെയാണ്. നബി തങ്ങൾ ചെയ്തതാണ് സഹാബത്ത് ചെയ്യുന്നത്, നബി തങ്ങൾ പഠിപ്പിച്ചതാണ് സഹാബത്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒരായത്തിൽ ഫത്തബിഊനി, എന്നോട് പിൻപറ്റണമെന്ന് പറഞ്ഞ്, വേറെ ആയത്തിൽ സഹാബത്തിനോട് പിൻപറ്റണമെന്ന്. ഇനി വേറെ ആയത്തിലോ സഹാബത്തിനോട് മാത്രമല്ല അതിൻ്റെ ഇപ്പുറത്തുള്ള ആളുകളോടും പിൻപറ്റണം. അതാണ് വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്ന് പറയും. വമൻ യുശാഖിഖിർ റസൂല, ആരെങ്കിലും റസൂലുള്ളാഹിക്ക് എതിര് പ്രവർത്തിച്ചാൽ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വഴി അല്ലാത്ത ഏതെങ്കിലും ഒരു വഴിയോട് പിൻപറ്റുകയും ചെയ്താൽ നുവല്ലിഹി മാത്തവല്ല, അവൻ ഏറ്റെടുത്തത് നാം അവനെ കൊണ്ട് വഹിപ്പിക്കും. വനുസ്ലിഹി ജഹന്നം, അവനെ ജഹന്നം എന്ന നരകത്തിൽ നമ്മൾ കടത്തും. വസാഅത്ത് മസീറ, അത് വളരെ ചീത്തയായ സ്ഥലമാണ് എന്ന് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാവരും മനസ്സിലാക്കണ്ടോ? ഇവിടെ പറയുന്നത് വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ വഴി അല്ലാത്ത വഴിയോട് തുടർന്നവൻ പേച്ചവനാണ് എന്നാ. അപ്പോൾ ഒരായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിൻപറ്റണമെന്നും മറ്റൊരായത്തിൽ സഹാബത്തിനോട് പിൻപറ്റണമെന്നും മറ്റൊരായത്തിൽ മുഅ്മിനീങ്ങളോട് എല്ലാവരോടും പിൻപറ്റണമെന്നും പഠിപ്പിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പേര് കൊടുക്കാൻ കാരണം. സുന്നത്തിൻ്റെയും ജമാഅത്തിൻ്റെയും അഹ്ലുകാർ. ഏതായി ജമാഅത്ത് എന്നുള്ളത്? അത് സഹാബത്തും താബീങ്ങളും ആയ ജമാഅത്ത്. അല്ലാഹ്, യൂട്യൂബിൽ വന്ന ചോദ്യങ്ങൾ. ജീവിച്ചിരിക്കുന്നവർക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്യാമോ? ഒരു ചോദ്യമാണ്. ഇൻഷാ അല്ലാഹ് മറുപടി പറയാം അല്പസമയത്തിന് ശേഷം. ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ എല്ലാവരും മനസ്സിൽ പഠിച്ചിരിക്കണം. 3 ആയത്ത്, ആ 3 ആയത്തിനെയും കൂടി കൂട്ടിയിട്ടാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നതിൽ പറയുന്ന 4-ാമത്തെ ആയത്ത്. ഒരായത്ത് ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി എന്നത് നബി തങ്ങളോട് പിൻപറ്റണം എന്ന്. 2-ാമത്തെ ആയത്ത് വല്ലദീന തബഊഹും, സ്വഹാബത്തിനോട് പിൻപറ്റണം എന്നത്. 3-ാമത്തെ ആയത്ത് മുഅ്മിനീങ്ങളായ ആളുകളുടെ വഴി പിൻപറ്റണം, അല്ലാത്ത വഴി പിൻപറ്റാൻ പഴിച്ചു പോകും. ഈ 3 ആയത്തിലും കൂടി പറഞ്ഞ അതാണ് 4-ാമത്തെ ആയത്തായ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നതിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നത്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ആർക്കൊക്കെ നിഅമത്ത് ചെയ്തു അല്ലാഹ്, അത് മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ.
വഹസുന ഉലൈക റഫീഖ. ഇവരാണ് സഹായിക്കാൻ പറ്റിയത് എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോൾ വിശുദ്ധ ഖുർആൻ നമുക്ക് ഈ 4 ആയത്ത് കൊണ്ട് വളരെ വ്യക്തമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയും ആശയവും ആദർശവും മനസ്സിലാക്കി തരുന്നു. അതിൽ അടിയുറച്ച് നിൽക്കണം എന്നാണ് ഫാത്തിഹ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി തരട്ടെ. ബാക്കി ഇന്ന് കുറച്ച് മറുപടിത്ത യൂട്യൂബിൽ വന്ന ചോദ്യങ്ങൾ, ജീവിച്ചിരിക്കുന്നവർക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്യാമോ? ചെയ്യാവുന്നതാണ്. നമ്മൾ അള്ളാഹു തആല നമുക്ക് തരുന്ന പ്രതിഫലം, ആ പ്രതിഫലം ഹയാത്തുള്ളവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാം. അസുഖം മാറാൻ വേണ്ടി ഉസ്താദ് മുമ്പ് പറഞ്ഞ ക്ലാസ്സിൽ ഓതാൻ പറഞ്ഞ അല്ലാഹ് ഫാത്തിഹ ഒരു ദിവസം ഓതാൻ മറന്നാൽ എന്ത് ചെയ്യണം? പിന്നെ 40 ദിവസം ഓതണം. മറുപടി തന്നെ. പിന്നെ 40 ദിവസം ഓതണം. എന്നാൽ അത്ര ഫായിദ ഉണ്ടാവുമോ? ഇല്ലെങ്കിൽ പിന്നെ ഉള്ള ഫായിദ ഉണ്ടാവും. ഈമാൻ കാര്യം വിവരിക്കുന്ന ഹദീസിൽ ഖദർ പറയുന്നിടത്ത് വയുമിനു ബിൽ ഖദർ എന്ന് ഫിഅലിനെ ആവർത്തിച്ചു പറയുന്നത് എന്തിന്? അൻതുമിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി എന്നേ ഉള്ളൂ. പിന്നെ അവിടെ യൗമിനൊന്നും അവിടെ ഇല്ല. അത് വേറെ ഏതെങ്കിലും ഒരു റിവായത്തിലുണ്ടായാൽ അത് ആവശ്യമുണ്ട് എന്നുള്ള നിലക്ക് ആവർത്തിച്ച് പറഞ്ഞു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. വൽ ഖദരി ഖൈരിഹി വശരിഹി. ഒരു റിവായത്തിൽ വൽ ഖദരി ഹുൽബിഹി വമുർരിഹി എന്നുണ്ട്. കയ്പുള്ളതും മധുരമുള്ളതും. അതല്ലേ നമ്മൾ പറയുന്നത്. സംശയമുള്ളതൊക്കെ ചോദിക്കാന്ന്. ഇസ്ലാം മതം എന്ന പുസ്തകത്തില് ഖദറിലുള്ള വിശ്വാസം അദ്ദേഹത്തിന് ഇല്ല എന്ന പുസ്തകത്തിൽ കണ്ടു. സത്യത്തിൽ മൗദൂദി സാഹിബിന്റെ പുസ്തകത്തിൽ ഖദറിലുള്ള വിശ്വാസം അയാൾക്ക് ഇല്ലാതില്ല. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഖദറിലുള്ള വിശ്വാസം കൂടെ ഉൾപ്പെട്ടു എന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അത് മറ്റൊരു ബുക്കിലാണ്. ആദ്യത്തെ ബുക്കിൽ അതില്ല. രണ്ടാമത് വീണ്ടും ചോദ്യം ചോദിച്ചപ്പോൾ എഴുതിയ ഈമാൻ കാര്യവും ഖദറിയത്ത് വാദവും എന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിലാണ് ഈമാൻ ബിൽ ഖദർ അള്ളാഹ് ഈമാൻ ബില്ലാക്കി ഏക് ഹൈസിയത്ത് കാ ജുസു ഹേ എന്ന് അയാൾ ഉറുദുവിൽ എഴുതി അയച്ചത്. ഈമാൻ ബിൽ ഖദർ എന്ന് പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് എന്ന്. ആദ്യത്തെ ബുക്കിൽ അങ്ങനെ ഇല്ല. 5 എണ്ണമായിട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തെ ബുക്കിലാണ് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഈമാൻ ബിൽ ഖദർ ഈമാൻ ബില്ലാക്കി ഏക് ഹൈസിയത്ത് കാ ജുസു ഹേ, അങ്ങനെയാണ് ഇബാറത്ത് ഉറുദു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു ജുസു തന്നെയാണ് എന്ന്. അത് നമുക്കും അതിനെ സംബന്ധിച്ച് മാത്രമല്ല മറ്റുള്ള എല്ലാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഒരു ജുസു തന്നെയാണ്. പിന്നെ ഇവിടെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നു, അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവൻ്റെ വക ഖുർആനിൽ അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. മാത്രമല്ല അവർ ഖദർ കൊണ്ട് വിശ്വസിക്കാത്തവരാണ് എന്ന് അവരുടെ നിരവധി ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയുകയും ചെയ്യും. മൗദൂദിന്റെ മാത്രമല്ല, സുന്നിയുടെ അഖീദയുടെ ഗ്രന്ഥമാണല്ലോ. സുന്നിയുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദയുടെ ഗ്രന്ഥമായി പരിചയപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ് ശറഹുൽ അഖീദത്തുൽ തഹാവിയ്യ. അതിലും ഈമാൻകാരി 5 ഐറ്റമല്ലേ പറഞ്ഞിട്ടുള്ളൂ.
ഷറഹ് ആ ഒരു ആശയം തന്നെ മൗദൂദി പറഞ്ഞത്. മൗദൂദി പറഞ്ഞതിനെ വിമർശിക്കും, ഈ കിതാബിലുള്ളത് വിമർശിക്കാതിരിക്കുകയും ചെയ്യുന്ന ശരിയല്ലല്ലോ. ഷറഹു അഖീദത്ത് തഹാവിയ്യ എന്ന് പറഞ്ഞത് ആരുടേതാണ് നിങ്ങൾ പറയുന്നത്? ആരുടെ കിതാബാണ്? അത് നിങ്ങൾക്കറിയില്ല. സഹ് അഖീദത്ത് തഹാവിയ്യ എന്ന പേരിൽ 2 കിതാബ് ഉണ്ട്. ഒന്ന് പുതിയ കാലത്തുള്ള ഒരാളുടേതുണ്ട്, ഒന്ന് കുറച്ച് ഒരു പഴയ ആളതുമുണ്ട്. ഇനി ആര് പറഞ്ഞാലും ശരി, മൗദൂദിനെ മാത്രം എതിർക്കല്ല, ആരാണോ ഖദറിനെ നിഷേധിക്കുന്നത് അവരെ മുഴുവനും നമ്മൾ എതിർക്കുന്നു. ഇവിടെ മുഅ്തസിലത്ത്, റാഫിദത്ത് എന്നൊക്കെ പറയുന്ന പാർട്ടികളെല്ലാം ഖദറിലുള്ള വിശ്വാസത്തെ നിഷേധിച്ചത് കൊണ്ടാണ് പിഴച്ചു പോയത്. ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അൻഹുവിന് ഒരാൾ സലാം പറഞ്ഞയച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞതെന്താണ്? സമീഅതു അന്നഹു ഖദ് അഹ്ദസ, അവൻ ഖദറിലുള്ള വിശ്വാസം ഇല്ലാതെ പുത്തൽ പ്രസ്ഥാനക്കാരനായിരിക്കുന്നു എന്ന് ഞാൻ കേട്ടു. അതുകൊണ്ട് എനിക്ക് നിൻ്റെ സലാം വേണ്ട എന്നവനോട് പറഞ്ഞേക്കണം. അവൻ്റെ സലാം എനിക്ക് വേണ്ട, എൻ്റെ സലാം അവനും വേണ്ട. വഹുവ ബരീഉം മിന്നി വഅന ബരീഉം മിൻഹു, ഞാൻ അവനെ തൊട്ടും അവൻ എന്നെ തൊട്ടും ഒഴിവാണ്, നമ്മൾ തമ്മിൽ ബന്ധമില്ല എന്ന വിവരം കൊടുക്കണം എന്ന് മുത്തബിഉ സുന്നത്തായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞയച്ച ഹദീസ് സഹീഹ് മുസ്ലിമിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ട്. അതിൻ്റെ മുഖവരയിൽ തന്നെ ആ ഹദീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആര് പറഞ്ഞാലും ശരി, ഖദറിലുള്ള വിശ്വാസമില്ലാത്തവരെല്ലാം ബിദ്അത്തിൻ്റെ അഹ്ലുകാർ ആണ്. ആരാ ചോദിക്കണ ആള്? എവിടെ അയാളെവിടെ? ഇഖ്തിയാർ ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക എന്നർത്ഥം. കുതിരത്തില്ലാണ്ട് അതിനെ സംബന്ധിച്ച് മാത്രം ചോദിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ഖദർ കൂടാതെ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് വെച്ചാൽ മതി. അത് പിന്നെ ഈ ഇഖ്തിയാർ മാത്രം എടുക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ഖദർ കൂടാതെ ഒന്നും ഉണ്ടാവുകയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് തന്നെയാണ്. ലാ ഹൗല, ദോഷത്തിൽ നിന്ന് പിന്മാറാനുള്ള കഴിവോ, വലാ ഖുവത, ഖൈർ ചെയ്യാനുള്ള കഴിവോ, രണ്ടും ഇല്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. നാം വായിക്ക് ഏതാണ്? ദ്വാരക്കാരോ? സുബ്ഹാനല്ലാഹ്. എസ്വയ്യത്ത് കൊടുങ്ങല്ലൂർ സോൺ അഴീക്കോട് മാടവന യൂണിറ്റ് മെമ്പർ, സ്വാന്തനം മെമ്പർ, അൻസാർ വാൽവ് സംബന്ധിച്ച് അൻസാറ്
വാൽവ് സംബന്ധിച്ച് അസുഖം മൂലം എറണാകുളം ലിസി ആശുപത്രിയിൽ ICUവിലാണ്. വളരെ കർമ്മനിരതനും ആലിമീങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന വ്യക്തിയുമാണ് അദ്ദേഹം. അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ, അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ, ആമീൻ. വെള്ളിമാട് കുന്ന് സലാം മാസ്റ്ററുടെ അമ്മോസൻ മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഡ്രൈവർ അബ്ദുറഹ്മാൻ തീരെ സുഖമില്ലാതെ ആസ്പത്രിയിലാണ്. അള്ളാഹു സുഖമാക്കി കൊടുക്കട്ടെ. രക്തം ഛർദ്ദിക്കുന്നു, അള്ളാഹു സുഖമായി കൊടുക്കട്ടെ, ആമീൻ. ജാഫർ കാരമൂല ഒരു കുട്ടിയുടെ തക്കാഫുൽ ഏറ്റെടുത്ത് 25,000 ഉറുപ്പിക തന്നു. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അല്ലാതെ കോയമ്പത്തൂർ ബദറുദ്ദീൻ എന്നവരുടെ മകൻ അൽത്താഫ് വരുന്ന ഞായറാഴ്ച IAS പരീക്ഷ എഴുതുന്നു. എല്ലാം റാഹത്താവാൻ ദുആ ചെയ്യണം. അള്ളാഹു തആല റാഹത്താക്കി കൊടുക്കട്ടെ. മർക്കസ് ഖത്തർ തക്കാഫുൽ മെമ്പർ ബഷീർ അണ്ടോണിയുടെ മാതാവ് ചെട്ടിയാഞ്ഞാറയിൽ ഉമ്മേത്തി ഹജ്ജുമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ആമീൻ ആമീൻ. 2018 ബാച്ചിലെ ഷംസുദ്ദീൻ സക്കാഫിയുടെ ഒരു വയസ്സായ മകനും ബ്ലഡ് ക്യാൻസറാണെന്ന് ഡോക്ടർമാർ സംശയം പറയുന്നു. അള്ളാഹു തആല സുഖമായി കൊടുക്കട്ടെ, സുഖമായി കൊടുക്കട്ടെ. നാളെ നല്ല റിസൾട്ട് കിട്ടട്ടെ. അള്ളാഹു പടച്ചവനെ സുഖമായി കൊടുക്കട്ടെ. SSF ബാംഗ്ലൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് AR നുഫൈലിൻ്റെ കാരണവർ BA അഹമ്മദ് ബല്ലൂർ ക്യാൻസർ ബാധിച്ച് വളരെ വിഷമത്തിലാണ്. അള്ളാഹു തആല സുഖമായി കൊടുക്കട്ടെ. ലിയാഖത്ത് സക്കാഫി മുണ്ടക്കയം ഭാര്യ സഹനക്ക് സുഖപ്രസവത്തിന് വേണ്ടി ദുആ. അള്ളാഹു തആല സുഖപ്രസവം കൊടുക്കട്ടെ, ആമീൻ. SYS വടക്കഞ്ചേരി സോൺ സെക്രട്ടറി സലീം എന്നവരുടെ ഉപ്പയും ഉമ്മയും കഴിഞ്ഞ കോവിഡ് പോസിറ്റീവായി മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. 2 ആൾ മരിച്ചുപോയി. യാമ്പൂവിലെ തക്കാഫുൽ മെമ്പർ സിദ്ദീഖ് മണ്ണാർക്കാട് സ്ഥലം കച്ചവടമാവാൻ വേണ്ടി അള്ളാഹു തആല എളുപ്പമായി കൊടുക്കട്ടെ, ആമീൻ. അലി സുബൈർ തക്കാഫിയുടെ ഭാര്യയുടെ സുഖപ്രസവത്തിന് അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കട്ടെ, അള്ളാഹു എളുപ്പമാക്കട്ടെ. മർക്കത്ത് മീഡിയയിൽ ജോലി ചെയ്യുന്ന മുസമ്മിലിൻ്റെ അമ്മാവൻ മുസമ്മിലാരാ? മുസമ്മിലിൻ്റെ അമ്മാവൻ അബ്ദുറഹ്മാൻ എന്നവർ ട്യൂമർ ബാധിച്ച് ജിദ്ദയിൽ നിന്നും മടങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, ആമീൻ. ഷാഫി സക്കാഫിയുടെ ഭാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. സുഖപ്രസവത്തിന് ദുആ ചെയ്യണം. അള്ളാഹു തആല സുഖപ്രസവം കൊടുക്കട്ടെ, ആമീൻ. ഏത് ഷാഫി സക്കാഫിയാ? ഒരുപാട് ഷാഫി സക്കാഫിയുണ്ട്. 18 ബാച്ച് തന്നെ പെടുത്തിയപ്പോൾ പാനൂർ മൂസ ഉസ്താദ് സുഖമില്ലാതെ വീട്ടിൽ റെസ്റ്റിലാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, നല്ലൊരു മനുഷ്യനാണ്. സൗദി ജസാനിലെ തക്കാഫുൽ മെമ്പർ മുർഷിദ് കൂടല്ലൂരിൻ്റെ ഉപ്പയ്ക്ക് പോസിറ്റീവാണ്. അള്ളാഹു തആല സുഖമായി കൊടുക്കട്ടെ, ആമീൻ. ഷിഹാബ് മുട്ടുന്തലയുടെ ജേട്ടൻ ഹസൈനാർ ന്യൂമോണിയ ബാധിച്ച് വളരെ സീരിയസായി മംഗലാപുരം ഹോസ്പിറ്റലാണ്. എത്രയും പെട്ടെന്ന് രോഗം സുഖപ്പെടാൻ വേണ്ടി പ്രത്യേകം അള്ളാഹു ശിഫയാക്കട്ടെ. എല്ലാവരും ദ്വാരക്ക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മണ്ണാർക്കാട് ഭാഗത്തുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു എന്ന് പറയാനില്ല. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കന്നെ. അള്ളാഹു ശിഫയാക്കട്ടെ, എല്ലാ രോഗങ്ങളും ശിഫയാക്കട്ടെ.
ചങ്ങലേരി അരുവി ഹാജി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ചങ്ങലേരി അരുവ്യാജി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. കല്ലാങ്കുഴി കല്ലാങ്കുഴി യൂണിറ്റിലെ സജീവ പ്രവർത്തകൻ ഹാഫിദ് സവാഹിർ ആക്സിഡന്റായി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹാഫിദ് സവാഹിർ ആരോഗ്യം അല്ലാഹു സുഖമായി കൊടുക്കട്ടെ. അല്ലാഹ് വിവാഹം കഴിഞ്ഞ് 10 വർഷമായി കുട്ടികളില്ല. കുട്ടികളില്ലാത്തതിനും അല്ലാഹു തആല നല്ല കുട്ടികളെ കൊടുക്കട്ടെ, സാലിഹായ കുട്ടികളെ കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما والحمد لله رب العالمين. اللهم ربي يسر ولا تعسر. اللهم اقض حوائجنا واشفنا واشف مرضانا يا أرحم الراحمين يا أرحم الراحمين. اللهم ادفع عنا الوباء والطاعون والجدرية والجذام والبرص ومرض السرطان والكلى والطحال وسائر الأمراض المضرة يا الله. اللهم طول حياتنا مع العافية والصحة والسلامة برحمتك يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. يا الله يا الله يا الله. ഞങ്ങളെല്ലാം വലിയ വേദാറിലാണല്ലോ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ അടച്ചു കിടക്കുകയാണ്. പടച്ചവനെ പെട്ടെന്ന് തുറക്കാനുള്ള വഴി നൽകണേ അല്ലാ. യാ അല്ലാ. നിൻ്റെ അഴുതായിങ്ങൾ ദീനുൽ ഇസ്ലാമിനെതിരെ ചെയ്ത ആളുകൾ ഇവിടെ വർദ്ധിച്ചത് കൊണ്ടാണ് നീ ഇഖാബറക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അവരെ കാരണം കൊണ്ട് ഞങ്ങളെ കൂടി ശിക്ഷിക്കല്ലേ അല്ലാ. അല്ലാ ഞങ്ങൾ ശിക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. കള്ളുകുടിയും വ്യഭിചാരവും വർദ്ധിച്ചാൽ ആ സമയത്ത് കോവിഡ് ഉണ്ടാകുമെന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ, എന്നാലും അത്തരം ആളുകളുണ്ടെങ്കിലും നല്ലവരായ മോമിനീങ്ങൾ ധാരാളമുണ്ടല്ലോ അല്ലാ. അതുകൊണ്ട് നീ മോമിനീങ്ങൾക്ക് വേണ്ടി രക്ഷ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ദീർഘായുസ്സ് നൽകണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരും അദ്ദാദ് റാത്തീബ് പതിവാക്കണം. അസ്മാഉൽ ഹുസ്ന പതിവാക്കണം. കഴിയുമെങ്കിൽ വിറുദുൽ ലത്തീഫും പതിവാക്കണം. നിങ്ങൾക്കെല്ലാവർക്കും അത് ഇജാസത്ത് തന്നിരിക്കുന്നു. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. കുട്ടിതാരിമൊന്നും ഉണ്ടില്ലല്ലോ. ദാരിമി ഉസ്താദ് പടച്ചോനെ എന്താണ്? മൂപ്പർ കാണുന്നില്ലേ?